കുറച്ച് ദിവസം മുമ്പ് തമിഴിലൊരു ഷോർട്സ് കണ്ടായിരുന്നു. അതിൽ സൺറൂഫുള്ളൊരു കാറിലും ഒരു കൊച്ചിനെയും കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ആ പുള്ളിക്കാരൻ റിയാക്ട് ആയ വീഡിയോ ഞാൻ കണ്ടത്. അതൊന്ന് ഞാൻ കാണുന്നു, സ്ക്രോൾ ചെയ്ത് വിടുന്നു, അത്രമാത്രം സംഭവിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇന്നലെ ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴി, ബൈക്കിൽ വരുന്ന വഴിയിൽ എൻ്റെ മുന്നേ പോയൊരു കാറിൽ സൺറൂഫ് തുറന്നൊരു കൊച്ചുകുട്ടി ആ കാറിൽ എണിച്ച് നിന്ന് വഴിയെ പോകുന്ന വണ്ടികൾക്ക് ടാറ്റ കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ കാറ് പോകുമ്പോൾ വഴി വരുന്ന എല്ലാവരും ആ കൊച്ചിന് ടാറ്റ കൊടുക്കുന്ന കൊച്ചിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, എല്ലാം ഓക്കെയാണ്. ബട്ട് ആ കാറ് ഒന്ന് സ്ലോയിലാണ് പോയതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പ്രശ്നം ഉണ്ടാകും. ഈ കാർ പക്ഷേ പോകുന്ന 60 കിലോമീറ്റർ സ്പീഡ്, ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ സ്പീഡ്. ആ വണ്ടിയുടെ മുമ്പിൽ ഒരു സഡൻ ബ്രേക്ക് പിടിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഈ കൊച്ച് തെറിച്ച് നേരെ താഴേക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ ഇതിലിടിച്ച് ആ കൊച്ചിന് നല്ല രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകാൻ ചാൻസ്. കൊച്ച് മരിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല കൺസേൺ ആവേണ്ടത്. കാരണം ജീവിച്ചിരുന്നിട്ടും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായൊരു മിസ്റ്റേക്ക് കാരണം ആ കൊച്ചിന് നടക്കാനോ മുന്നോട്ട് ജീവൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന, നമ്മൾ കാണേണ്ടി വരുന്നൊരു ഗതികേട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്നുണ്ടാവും, ഉറപ്പായിട്ടും വാശി പിടിക്കും. അപ്പോൾ ഈ സൺറൂഫ് എന്നുള്ള സാധനം കൊച്ചുങ്ങൾക്ക് കയറി നിന്നിട്ട് കൈ ഉയർത്തി പിടിച്ച് നിൽക്കാനുള്ളതൊന്നും അല്ല എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം ഇത് നല്ലതാണ്. നിങ്ങളെ കാറൊരിടത്ത് ഒതുക്കി നിർത്തിയിട്ട് നിങ്ങൾ കാണിച്ചുള്ളൂ, തെറ്റില്ല. ബട്ട് ഓടുന്ന കാറിൽ പോകാൻ നേരത്തെ ഏത് നിമിഷവും ആക്സിഡൻറ്റ് ഉണ്ടാവാം. ആ ആക്സിഡൻറ്റിൽ അകത്തിരിക്കുന്നവർ പോലും 100% സേഫ് അല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കാണിക്കുന്ന രീതിയിലാണ്. സോ വാശി പിടിക്കുന്ന കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വഴക്ക് പറയുക തന്നെ ചെയ്യും. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഭാവിയിലല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ മുഖത്ത് നടക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്ന കൊച്ചിൻ്റെ മുഖത്തേക്ക് സ്വയം കുറ്റപ്പെടുത്തി സ്വയം ശപിച്ച് ജീവിക്കേണ്ടി വരും. ഇതൊരു കോപ്പി അടിച്ച വീഡിയോ അല്ല. കാരണം ഞാൻ മറ്റേ കണ്ട ഷോർട്സിൻ്റെ ആ പുള്ളിക്കാരൻ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ബട്ട് ഞാനും അത് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. സോ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിയുന്നത് നിങ്ങളായി ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എടുത്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ശരി.